കുളപ്പുള്ളി ലീല വന്നിട്ടുണ്ട് ഒരു ഹലോ കഴപ്പുള്ള ലീല വന്നിട്ടുണ്ട്. ഞാൻ സത്യം ഞാൻ എക്സ്പേർട്ടായി അനാവശ്യം പറയാൻ നിൽക്കരുത് എന്നോട്. ഇത് നിങ്ങൾ രണ്ടുപേരും സ്പായിൽ അഭിനയിച്ചു. പുതിയൊരു സിനിമ ഇപ്പൊ ഇറങ്ങി. അതല്ലേ ലീലാമ്മ ആ സിനിമ കണ്ടിരുന്നെങ്കിൽ ഈ എസ് ഒഴിവാക്കിയിട്ട് ഇപ്പൊ നമ്മളോട് ആ സിനിമ കണ്ടവരിൽ ധാരാളം പേർ ആ സിനിമ കണ്ടു എന്ന് പറയാൻ മടിച്ചു എന്ന് പറയാം. അപ്പൊ അതാണ് ആ സിനിമയുടെ വിജയം എന്ന് ഞാൻ പറയാം. ഞാൻ ഈ സിനിമ എൻ്റെ വൈഫിനെയും എൻ്റെ മോനെയും അതിന്റെ റഷ് ഫുട്ടേജ് കൊണ്ടുപോയി കാണിച്ചതാണ് സിനിമ എന്ന് പറയുന്നത്. മോൻ 18 ആയിട്ടുള്ളൂ. നാച്ചുറലി തിയേറ്ററിലേക്ക് വന്ന് കാണാൻ പറ്റില്ല. ഞാൻ ആ സിനിമ കാണിച്ചു. ഇപ്പൊ ഏത് കളർ സാരിയാണ് കൊടുക്കാന്നൊക്കെ പിന്നെ ആരും അറിയില്ലല്ലോ. പക്ഷെ അവിടെ നോക്കുമ്പോൾ ഈ ചങ്ങാതിന്റെ നാടകമൊക്കെ കണ്ട മനുഷ്യരാണ് എന്നെ വിളിച്ചു കൊണ്ടുവരാൻ വന്നത്. ഒരു ഡയറക്ടർ എന്താ പറഞ്ഞു തരുന്നത്, ഒരു 50% അത് അവർക്ക് കൊടുക്കണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. നമ്മൾ ഈ വനിത എന്ന് പറയുന്നത് നമുക്ക് വേറെ വാക്കില്ലാത്തതുകൊണ്ടാണ്. ഇംഗ്ലീഷ് നമ്മുടെ ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു ഇംഗ്ലീഷ് അറിയുന്ന ഡോക്ടറാണ്. അപ്പൊ ഞാൻ ആശുപത്രി പോയിട്ടാ. കുളപ്പള്ളി KU അല്ലേ ആകുമ്പോൾ കൊലാന്നല്ലേ വായിക്കുള്ളൂ. ഈ ഡോക്ടറെ പ്രിസപ്ഷൻ ഒന്ന് നോക്കൂ. നമുക്കിപ്പം ഉരുണ്ടോ ഒന്നാമത് ഞാൻ ഈ കൂട്ട വേഷങ്ങളാണ് ചെയ്യുന്നത്. അതൊന്നും അമ്പലത്തിൽ പറയാനും ചെയ്യാനും പാടില്ല. ഒരു സിനിമ ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്യാനായിട്ട് തമിഴിൽ എല്ലാവരും റെഡിയാണ്. പക്ഷെ ഈ ആട്ടാൻ മാത്രം അവിടെ ചേച്ചി ആട്ടിയിട്ട് രജനി സാറിന്റെ പാട്ടിയോ? രജനി സാറിന്റെ ആട്ടിയിലൊരു പാട്ടിയാണ്. മോഹൻലാലിന്റെ ചൂലുകൊണ്ടില്ലേ ഞാൻ നന്നായിട്ടോ. അതുകൊണ്ടാണ് എല്ലാരും ചിരിച്ചതെന്ന്. അല്ലെങ്കിൽ ഇതാ ക്യാമറ ഫിലിം നഷ്ടപ്പെടും. അപ്പൊ പിന്നെ വിളിക്കില്ലാണ്. അവർക്ക് ഫിലിം നഷ്ടമായ വിളിക്കൂലാണ്. ഞാൻ ഇതേപോലെ ആട്ടുമായിരുന്നു. അപ്പം ചേച്ചിയുടെ ജൂനിയർ ഇന്ന് എനിക്കിപ്പം സത്യത്തിൽ സംഭവിച്ചത് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു ജോജി ചേട്ടൻ, ലീലാമ്മ ആൻഡ് ശ്രീകാന്ത്. 3 പേർക്കും നമസ്കാരം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ വിശേഷം? നല്ല വിശേഷം. പെട്ടെന്ന് സൈലന്റ് ആയ പോലെ. ഇവിടെ മുമ്പ് നമ്മൾ ഭയങ്കര റോസ്റ്റിങ്ങും അല്ലേ? പക്ഷെ ക്യാമറ ഓൺ ആകുമ്പോ അമ്മ മിണ്ടാതിരിക്കുന്നു. ആഹാ, അത് ശരി. നിങ്ങൾ എന്തൊക്കെയാ പറയാൻ ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വട്ടാന്ന് പറഞ്ഞ ഉതിരട്ടത്തോ ഇവിടെ അടുത്തുള്ള ഭ്രാന്താശുപത്രി പിടിച്ചോണ്ടോ പോകാൻ എന്നെ. ഇപ്പൊ തന്നെ മരിച്ചു എന്നുള്ളൊരു പരാതി എനിക്കുള്ളൂ. ഭ്രാന്ത് എന്നുള്ളത് വന്നിട്ടില്ല. ഇനിയിപ്പോ ഇത് കഴിഞ്ഞു പോകുമ്പോ പറയും കുളപ്പുള്ളിയിൽ എനിക്ക് മുഴുവൻ ഭ്രാന്താട്ടോ വിളിക്കണ്ടെന്ന് പറയും. ക്യാമറ ഇവരെ ഓൺ ചെയ്തിട്ട് ഞാൻ എന്തോ പറയാനാ ഭഗവാനെ ചോദിക്കാൻ. സത്യത്തിൽ സംഭവിച്ചത് എന്താ എനിക്ക് ഒന്നും അറിയില്ല. കാര്യം സത്യത്തിൽ ഒന്നും സംഭവിച്ചില്ല. സത്യത്തിൽ സംഭവിച്ചത് എന്നാണ് നമ്മുടെ സിനിമയുടെ പേര്. അതാണ് ചോദിച്ചതില്ലേ? അത് ശരി, എന്നാ അത് പറയണ്ടേ. ഇത് നിങ്ങളുടെ സിനിമയുടെ പേരാണ് ചോദിക്കാം. ഞാൻ മുന്നിലേക്ക് നോക്കിയില്ലല്ലോ. മുന്നിലേക്ക് നോക്കിയില്ല, പുറകിലേക്ക് നോക്കാൻ കണ്ണൂല്ല. അല്ല പുറകിൽ കണ്ണൂല്ല. അത് ഞങ്ങളുടെ സിനിമയുടെ പേരാ. സത്യത്തിൽ സംഭവിച്ചത്. സിനിമയ്ക്കകത്ത് നടക്കുന്ന ചില കോലാഹലങ്ങൾ, അത് കൈകാര്യം ചെയ്യുന്ന വിഷയം, ഇതൊക്കെയാണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളെ കാണാനുള്ള പ്രചോദനം തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനകത്ത് കുറെ ഇൻസിഡന്റുകളുണ്ട്, നല്ല സീനുകളുണ്ട്. ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നടക്കുന്ന, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറെ സംഭവവികാസങ്ങൾ, ഒരു കിണർ പണിയുമായി ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന, ഞാനും ശ്രീകാന്തേട്ടനൊക്കെ കിണർ പണിക്കാരാണ്. അതിൽ നിന്ന് നടക്കുന്ന ഒരു ഇല്ല, അത് സിനിമ കാണുന്നേ. സിനിമയുടെ സിനിമയിലെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ, കുറച്ചു കാലമായി ഗ്രാമാന്തരീക്ഷത്തിൽ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള കുറെ മനുഷ്യര്, അവർക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അതിന്റെ പിന്നാലെ ഓട്ടം, അങ്ങനെയുള്ള സിനിമകൾ ശരിക്കും 80കളിലും 90കളുടെ തുടക്കത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സത്യനാരായണ സാറും രഘുനാഥ് പല്ലവി സാറിന്റെ തിരക്കഥയിലൊക്കെ ഉണ്ടായിട്ടുള്ള ശ്രീനിവാസൻ സിനിമകളൊക്കെ ഉണ്ട്. ആ കാലഘട്ടത്തിൽ അങ്ങനെ കുറെ കെ ഹരിദാസ് സാറും ഒക്കെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിഷയമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ അതിൽ ചേച്ചി പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ലീലാമ്മയെ പോലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുണ്ട്. രമേശ് ചേട്ടനുണ്ട്, ദിലീഷ് പോത്തനുണ്ട്, ഏറ്റവും പുതിയ
പുതിയ സിനിമകളിലെ അഖിലേഷും നമ്മുടെ ഉണ്ണിമേനോൻ സാറിൻ്റെ മകൻ ആകാശ്. ഞാൻ ഉണ്ണിമേനോൻ സാറിൻ്റെ മകൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ആകാശ് ഒരു ഹിന്ദി ഫിലിമിലൊക്കെ അഭിനയിച്ചാണ്. ആകാശാണ് ഇതിലെ ഒരു യങ് ആയിട്ടുള്ളൊരു ഹീറോ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കൃഷ്ണൻകുട്ടി നായർ സാറിൻ്റെ മകൻ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. TG രവിയേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ഒരു വലിയ താരനിര. ജോണി ആന്റണി ഉണ്ട് ഇതിൽ. സോ ഞങ്ങളെല്ലാവരും സത്യത്തിൽ ഗ്രാമാന്തരീക്ഷത്തിലൊരു കഥ പറയുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഈ സിനിമയിലേക്ക് വന്നത്. ബാക്കി സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തിയേറ്ററിൽ പോയി അറിയാം. ഞാൻ ഇന്ന് ആക്ച്വലി TG രവി സാർ ഇവിടെ കാണുന്നത് പ്രതീക്ഷിച്ചാണ്. എന്തോ അത്യാവശ്യം പറ്റി. അദ്ദേഹം വരേണ്ടതാണ്, തീർച്ചയായിട്ടും വരേണ്ടതായിരുന്നു. എന്നോട് 10 മണിക്ക് ഇവിടെ എത്തണം, TG രവി സാർ വരുമെന്ന് പറഞ്ഞ് രവിചേട്ടൻ വരുമെന്ന് പറഞ്ഞാൽ വിളിച്ചെടുത്തൊരു കക്ഷി ഇവിടെ ഉണ്ട്. അതെ, അതോർത്ത് ചേച്ചി ഇന്നലെ വന്നു. പിന്നെ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഷൂട്ടും കാര്യങ്ങളും? ഷൂട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല എന്താ പറയുക, എല്ലാവരും നല്ല എൻജോയ് ചെയ്തു. കാരണം പരസ്പരം ഒരു ഈഗോ ഒന്നും ഇല്ലാതെ, വലിയവനോ ചെറിയവനോ ഇല്ലാതെ, ഒരു എടുത്തു പിടിച്ച ആരും ആട്ടുകല്ലും അമ്മിക്കല്ലും ഒന്നും തലയിലും കക്ഷത്തും വെക്കാതെയായിരുന്നു എല്ലാവരും ഈ സിനിമയ്ക്ക് വന്നിരുന്നത്. എല്ലാം വളരെ സ്മൂത്തായിട്ട്. ഇപ്പം ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അവിടെ എന്താണോ ഒരു ഡയറക്ടർ പറയുന്നത് അത് ഉൾക്കൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കത് അങ്ങനെ ചെയ്യാല്ലേ, ഇതിങ്ങനെ ചെയ്യാല്ലേ, ആ ശരി അതങ്ങനെ തന്നെയല്ലേ, അങ്ങനെ ആ ഒരു കോമ്പിനേഷനാണ് എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും. എല്ലാവരും എന്നോട് എന്തെങ്കിലും പറയുമ്പോൾ പറയും, അയ്യോ മേഡം, ഞാൻ പറയും എന്നെ മേഡം ഇടവെന്നൊന്നും വിളിക്കേണ്ട, അമ്മ എന്ന് വിളിച്ചോളൂ. ഒന്നത് അല്ല, അത് അത്ര നന്നായി, ഇത് ഇത്ര നന്നായി, നല്ല. ഞാൻ പറഞ്ഞ ഇല്ല, സിനിമയിൽ ആരും വളർന്ന് വലുതായവരില്ല. ഇത് വളർന്ന് വലുതായവരുണ്ട്. അതായത് ഞാൻ എല്ലാം പഠിച്ചു, എനിക്കെല്ലാം തികഞ്ഞു എന്ന് സിനിമയിൽ പറ്റില്ല. കലയിൽ, സിനിമ എന്നല്ല കലയിൽ. ഇതെപ്പോഴും എന്നെ ഓരോരുത്തർ പൊക്കി പറയുമ്പോൾ ഞാൻ പറയുന്നൊരു വാക്കാണ്, ഒരാളുടെയും കാര്യം എനിക്കറിയില്ല. ഞാൻ പറയണത് എൻ്റെ കണക്ക് കൂട്ടലിൽ സിനിമ ഒരിക്കലും പൂർത്തിയാവുന്നില്ല, പൂർത്തീകരിക്കാത്ത ഒന്നാണ്. ഇപ്പോൾ കോടികളുള്ള ഒരു കോടീശ്വരൻ ഒരു വീട് പണിയാണ്. ആ വീട് പണിയുമ്പോൾ എല്ലാ വീട് പണിയും കഴിഞ്ഞ് അതിൽ കുറേ കമ്പി ബാക്കിയുണ്ട്, കുറേ പെയിൻറ്റ് ബാക്കിയുണ്ട്, കുറേ അണ്ടും ഇതൊക്കെ ഇരുമ്പും ചെമ്പും കഷ്ണങ്ങളും എല്ലാം ബാക്കിയുണ്ട്. ഇതൊക്കെ വന്നിട്ട് ഈ പുള്ളി വീട് പണിഞ്ഞപ്പോൾ മുറ്റത്ത് നോക്കിയപ്പോൾ ആ വീടൊക്കെ കഴിഞ്ഞു. ഈ ബാക്കിയുള്ള സാധനം എവിടെയെങ്കിലും വാരി വെക്കാൻ വെക്കാൻ പറ്റുമോ? ആ വീടുമ്പിൽ പൈസ പോയി ആ സാധനം ചെയ്യാൻ വെക്കാൻ പറ്റുമോ? നേരെ മറിച്ച് കല അതല്ല. അപ്പോൾ ഈ സത്യത്തിൽ സംഭവിച്ചത്, ഞാനൊക്കെ ഇപ്പം എൻ്റെ വിചാരം, അയ്യോ എന്നെക്കാളും വലിയൊരു നടിങ്ങില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. ഈ തിയേറ്ററിൽ പോയിട്ട് അതിൻ്റെ മുന്നിൽ ഇരുന്ന് കാണുമ്പോൾ അയ്യോ അതൊന്നും കൂടി നന്നാക്കായിരുന്നു, ഇല്ലേ? കറക്റ്റ് അല്ലേ? ആ ഡയലോഗ് ഒന്നുകൂടി പറയായിരുന്നു, അല്ലെങ്കിൽ ആ ദേഷ്യപ്പെട്ടത് ഒന്നുകൂടി ആവാമായിരുന്നു, ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ. കല വളർന്നു വരുന്ന ഒരു സംരംഭമാണ്. ആ ഒരു കാര്യം മാത്രം എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും നല്ല. പലർക്കും ധാരണ എന്താ വെച്ചാൽ ക്യാമറയുടെ മുന്നിലോ പിന്നിലോ ഒന്ന് നിൽക്കുമ്പോഴേക്ക് അവർ ഏറ്റവും അകലത്ത് എത്തി. നേരെ മറിച്ച് അതിനേക്കാളും എത്രയോ മുമ്പേ വന്ന് ABCD മൊത്തവും പഠിച്ച് കലക്കി കുടിച്ചിരിക്കുന്നവരാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്. മൈൻഡ് പോലും ചെയ്യൂല, അവരെന്നെ അറിയ പോലും ഇല്ല അവര്. അതെ, എനിക്ക് തോന്നുന്നു ചേച്ചി ഇപ്പൊ നമ്മള് ഒരുപാട് സിനിമകൾ എടുത്താലും ചേച്ചിയുടെ ക്യാരക്ടറിന്റെ ഡ്യൂറേഷൻ വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മൾ ആ സിനിമ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡിലുള്ള ഒരു ക്യാരക്ടർ ചേച്ചിയുടെ ക്യാരക്ടർ ആയിരിക്കും. അത് ഭയങ്കര ഒരു പ്രത്യേകത. ചേച്ചി തമിഴിൽ ഏറ്റവും തിരക്ക്, എത്രയോ സിനിമകൾ തമിഴിലെ എല്ലാവരുടെയും അമ്മയാണ് പോവാൻ. ഈശ്വരൻ തന്നെ ഒരു അനുഗ്രഹമാണ്. രജനി സാറിന്റെ ഒരേ മുത്തശ്ശിയായി, അമ്മയായാലും കുഴപ്പമില്ല. അപ്പൊ അവിടെ ചെന്നപ്പോ ചോദിച്ചു, അതെ അല്ല, അവിടെ ചെന്നിട്ട് ചോദിച്ചു അമ്മ എന്നെ. അപ്പൊ ഞാൻ മരുതിലാണ് അവിടെ ഫേമസ് ആയത്. അപ്പോൾ മരുതാണ് എനിക്ക് പേര് വാങ്ങി തന്നത്. അപ്പോൾ ഒരു അമ്മ എന്നെ ക്യാരക്ടർ സാർക്ക് പാട്ടി, എന്നാ സാർക്ക് പാട്ടി, അവരെ താത്തിയായിരിക്കും ഉങ്ങൾ പാട്ടിയാണ് ചോദിക്കുന്നത് അവര്. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയല്ല, അവിടെ എല്ലാവർക്കും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അവിടെ പോകാനും ഇഷ്ടമാണ്, വർക്ക് ചെയ്യാനും ഇഷ്ടമാണ്, എല്ലാം കൊണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് വരെ നമ്മൾ മലയാളം വിട്ടിട്ടല്ല, മലയാളത്തിലില്ല, ക്യാരക്ടർ ഇല്ല. നമ്മളെ വിളിച്ചാലല്ലേ നമുക്ക് പോകാൻ പറ്റുമോ? അവിടെ ചെന്നിട്ട് എനിക്ക് വേഷം ഉണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? അത് ഞാൻ ഇന്ന് വരെയും ചോദിച്ചിട്ടില്ല. ഒരാളെയും വിളിച്ചു നോക്കില്ല. എല്ലാവരും എന്നോട് പറയും, നിങ്ങൾക്ക് കൺട്രോളർമാരൊന്ന് വിളിച്ചു നോക്കിക്കൂടെ, മറ്റവരൊന്ന് വിളിച്ചു നോക്കിക്കൂടെ എന്ന്. വിളിക്കാത്തത് എന്താണെന്നറിയോ? എൻ്റെ മുന്നിലുള്ളവരൊക്കെ അല്ല ഏതായാലും കേൾക്കും, ഇതൊക്കെ കാണുമല്ലോ. വിളിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം, ഞാൻ വിളിക്കുമായിരുന്നു. സേതു മണ്ണാർക്കാട് എന്ന് പറഞ്ഞൊരു കൺട്രോളർ ഉണ്ടായിരുന്നു, അവനെ ഞാൻ വിളിക്കുമായിരുന്നു. ഇപ്പൊ കുറെ ആയിട്ടില്ല കേട്ടോ വിളിക്കാത്തത്. അതെയോ? ഒക്കെ അറിയില്ല. എൻ്റെ വീട്ടിൽ തിരഞ്ഞു വന്നിട്ട് എന്നെ കിട്ടാഞ്ഞിട്ട്. ഈ വിളിക്കാത്തത് എന്താന്ന് വെച്ചാൽ
ചിലപ്പം കഷ്ടകാലത്തിന് ഇവർ എല്ലാവരും കൂടി തീരുമാനിക്കുമ്പോൾ പറയും കുളപ്പുള്ളി ലീലാനെ വിളിക്കാന്ന് പറയും. അത് ഇവർ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുമ്പോഴായിരിക്കും എൻ്റെ ഒരു കോളി ചെല്ലുന്നത്. അപ്പം ഇവരെന്താ പറയാന്ന് ഇപ്പോൾ പണിയും തുറൊന്നും ഇല്ലാണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അത്രയൊന്നും കൊടുക്കണ്ട. ഇത് ഒരാളെ കുറ്റപ്പെടുത്തല്ല, ഇന്നത്തെ ലോകം അങ്ങനെയായിപ്പോയി. അതായത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വരാന്, പക്ഷെ ഇതുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് വേണമെങ്കിൽ വേറെ വഴിയൊന്നും ഇട്ടില്ലേനും. അപ്പൊ നമ്മൾ വരുമ്പോൾ നമ്മൾ പറയുന്നതിന്റെ 4 ഭാഗമാണെങ്കിൽ എന്ത് ചെയ്യാനാ പോവുക എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങോട്ട് വിളിക്കണ്ട, ഇങ്ങോട്ട് അവർ വിളിച്ചിട്ട് അവർക്ക് എന്നുണ്ടെങ്കിൽ തരട്ടെ. പക്ഷെ നമുക്ക് ഇതാണ് വെച്ചത്. എനിക്ക് ഇത് മാത്രമോ ജീവിക്കാൻ, അല്ലെങ്കിൽ മക്കളില്ല, കുട്ടികളില്ല, ഭർത്താവില്ല, ആങ്ങളമാരില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരാങ്ങളുണ്ട്, അവന് ബ്ലഡിൽ മജ്ജയിൽ ക്യാൻസറാണ്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു അമ്മയായിരുന്നു, സർവസ്വവും എൻ്റെ മുത്തുണ്ടായിരുന്നു. ആ മുത്ത് മരിച്ചിട്ട് 2 വർഷമായി. 25-ാം തീയതി 2ാമത്തെ വർഷം തികയാണ്. അപ്പോൾ എനിക്ക് ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ തൊഴിൽ. പക്ഷെ മലയാളത്തിൽ ഇപ്പോൾ ഈ തമിഴ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പിച്ചപ്പാൾ എടുക്കേണ്ടിയിരുന്നു, പിച്ചപ്പാത്രം എടുത്ത് തണ്ടേണ്ടിയിരുന്നു ഞാൻ. അല്ല തമിഴ് കിട്ടിയിട്ട് തമിഴേക്ക് വിളിച്ചോണ്ടാണല്ലോ അരി മേടിക്കാൻ പറ്റിയത്. ഭാഷ മലയാളം തമിഴ് എന്നുള്ളതല്ല പറയാം. മലയാളത്തിൽ വർക്കില്ല. അവന് നമുക്ക് തമിഴിന് ഇപ്പൊ തെലുങ്ക് എന്ന് പറയാൻ പറ്റുമോ? അതല്ല ഞാൻ പറഞ്ഞത്. തമിഴ്, തെലുങ്ക്, മലയാളം, ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ സിനിമകളെല്ലാം, ഇന്ത്യൻ സിനിമകളെല്ലാം ഇപ്പം ഒരുമിച്ച് കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് നമ്മള് അതുകൊണ്ട് നമുക്ക് ഇതില്ല. കാരണം വെച്ചാൽ അവര് ഈ കസ്തൂരിമാനാണ് എൻട്രി, അത് കണ്ടു, അവര് വിളിച്ചു, അതില് വർക്ക് കിട്ടുന്നു. തെണ്ടിപ്പോയേനെ 10-50-ലേറെ പടം ചെയ്ത് ഞാൻ. ഇപ്പോഴും 3-4 പടം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ 25-ാം തീയതി തൊട്ട് ഷൂട്ട് തുടങ്ങും. അയച്ചപ്പം മലയാളത്തിൽ തള്ളിപ്പറയേ മറ്റൊന്നുമല്ല, മലയാളത്തിൽ എന്നെ കണ്ടിട്ടാണ് തമിഴ് വിളിച്ചത്. അപ്പൊ നമുക്ക് ഒരിക്കലും മലയാളത്തിൽ തള്ളി പറയാൻ പറ്റില്ല. മലയാളമാണ് എന്നെ കൊണ്ടുവന്ന്, എൻ്റെ നാടകം കണ്ടിട്ടാണ് കമൽ സാർ എന്നെ വിളിച്ചത്. അയാൾ കഥ എഴുതുന്നുള്ള പടത്തിലേക്ക് എൻ്റെ നാടകം കണ്ടു. അങ്കമാലി അഞ്ചലിയിൽ മണവാട്ടി എന്നുള്ളൊരു നാടകം, പുതുപ്പണക്കാരിയായിരുന്നു. കമൽ സാറ്, സത്യൻ സാർ ആരോടൊക്കെ വന്നിരുന്നു പറഞ്ഞു. കമൽ സാർ ആ നാടകം കണ്ടിട്ട് 3-ാമത്തെ വർഷം ഞാൻ കൊല്ലം ചൈതന്യയിൽ കളിക്കുമ്പോഴാണ് എന്നെ ഈ വർക്കിന് വിളിക്കുന്നത്. കമൽ സാറാണ് എന്നെ കൊണ്ടുവന്നത്. ശരിക്കും ഞാൻ അതിൻ്റെ മുമ്പേ ചെയ്തു. നാടകം കളിക്കുമ്പോൾ തന്നെയാണ് സൂത്രധാരൻ എന്നുള്ള ലോഹി സാറിൻ്റെ, സലീം കുമാറിൻ്റെ അമ്മയായിട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചു. നാടകം കളിക്കുമ്പോൾ ഒറ്റ ദിവസത്തെ ഒരു ദിവസം ആശുപത്രിയിൽ ദിലീപ് ഹോമിയോ മരുന്നുമായിട്ട് വരുന്നു. അങ്ങനെ ഒരു സീൻ ചെയ്യാൻ വിളിച്ചു. അങ്ങനെ 1-2 ചെയ്തിട്ട് നല്ലാണ്ട് കമൽ സാറാണ് എന്നെ ഇതായിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ സലീംകുമാർ എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും പറയും, സിനിമയിലെ ആദ്യത്തെ മകൻ ഞാനാണ് കേട്ടോ, എന്നെ മറന്ന് വേറെ വല്ല മക്കളെ അംഗീകരിച്ച് വന്നാൽ ഞാൻ കുന്നുകളയുമെന്ന് പറയും. കാരണം അതൊക്കെ ഒരു ഇത് നമുക്ക് കിട്ടിയൊരു ഭാഗ്യം, അത്രേ പറയാനുള്ളൂ. ഇപ്പം നിങ്ങൾ 3ആൾക്കും ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു? ഞങ്ങൾ ഒരുമിച്ചുള്ള സീനുകളില്ല. ഞാൻ രമേശ് ചേട്ടനും ഞാനും ജോജിയും കൂടെയുള്ള കോമ്പിനേഷൻ ആയിരുന്നു കൂടുതൽ. വേറൊരു സെഗ്മെന്റ് ഉണ്ട് സിനിമയിൽ, പാരലി വേറൊരു റൊമാൻറ്റിക് ട്രാക്കൊക്കെ പോകുന്നുണ്ട്. അവിടെയാണ് ലീലാമ്മയുടെയും രവിയേട്ടൻ, ടി.ജി. രവിയേട്ടൻ, പിന്നെ നായകൻ നായിക, അവരുടെ ഒരു സെഗ്മെന്റ് വേറെ ഉണ്ട്. പക്ഷെ ഒരു ബേസിക് സ്റ്റോറി പോകുന്നത് ഞങ്ങളുടെ 3 പേരുടെ പരിപാടികളിൽ കൂടെയാണ് അവസാനം വരെ പറയേണ്ട ഇടയ്ക്കാന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നെ ഇവിടെ നടുക്ക് ഇരുത്തിയും കൊണ്ട് ഇവരൊക്കെ പറയണ കേട്ടോ, ഞാനൊന്നും അല്ലാതെ ഞങ്ങള് 3 പേരെ കൂടിയാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കണെന്ന്. സിനിമയ്ക്ക് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടല്ലോ, കത്തിക്കാൻ തോന്നുന്നു. ക്ഷത്തിന്റെ ഒരു സ്ട്രക്ചർ പോലെ അതിന്റെ ശാഖകളാണല്ലോ സീനുകൾ വരുന്നത്. അതാണ് അവിടെ കൊണ്ടുപോയി വെച്ചു. അതാരും എടുത്തു തുറന്നില്ലായിരുന്നു, അതും കൊണ്ടുവച്ചു. ശരി, ഞാൻ നിർത്തി, നിങ്ങൾ പറഞ്ഞു. ചേച്ചിയാണ് പ്രധാന കഥാപാത്രം, ചേച്ചിയാണ് നായിക. അത്ര വേണ്ട, നായികയുടെ മക്കളാണ് ഞങ്ങളെല്ലാം. താഴോട്ടിറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ ചേച്ചിയൊക്കെ ആയിട്ട്? അപ്പൊ നമ്മളെ സെറ്റ് ആണെങ്കിലും എല്ലാം ഫണ്ണായിരിക്കുമല്ലോ. അപ്പം ചേച്ചിയായിട്ട് സ്ക്രീൻ ഷെയർ അല്ല, സ്ക്രീൻ ഷെയറിംഗ് ഇല്ല, പക്ഷെ എന്നാലും എന്നാലും നമുക്കിപ്പം അടുത്ത് കിട്ടുവാണല്ലോ, ഇതേപോലെ എന്താ കുറെ കഥകളൊക്കെ പറഞ്ഞു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ സെറ്റിന്റെ ഒരു? ഞാൻ പറഞ്ഞല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചെറിയ സംവിധാനങ്ങളിൽ നല്ല രീതിയിൽ ചിത്രീകരിച്ച ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ചിത്രീകരിച്ച ഒരു സിനിമയാണത്. മലയാറ്റൂര് ഭാഗത്തായിരുന്നു അതിന്റെ ചിത്രീകരണം, ലൊക്കേഷൻ. അപ്പം അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പരം പല സിനിമകളിലും അഭിനയിച്ച് ഉള്ള ആളുകളാണ്. പ്രശാന്താണ് നല്ലൊരു ടെക്നീഷ്യനാണ്. അപ്പം വളരെ ആസ്വദിച്ച് ഒരു ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിൽ ഞങ്ങൾ ചെയ്തൊരു സിനിമയാണ്. പക്ഷെ രസകരമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള ഞങ്ങളുടെ യാത്രകൾ, ഞാൻ ശ്രീകാന്തേട്ടനും
രമേശ് ചേട്ടനും. ഈ സിനിമയിൽ ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പക്ഷേ സുരേഷ് ഉണ്ട്. ഇപ്പം സത്യത്തിൽ സംഭവിച്ചത് നിങ്ങൾക്ക് സത്യം മാത്രം പറയുന്ന ആളുകളാണോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ആളിപ്പോ സത്യം മാത്രമാണോ പറയണത്? അതെ. പോരെ, അത്രയും പോരെ? അല്ല നമുക്കിപ്പം എന്താ ഉരുണ്ടോ 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 ഉരുളോട്ടെ നീ. ഉരുണ്ടോ? അങ്ങനല്ല, സത്യസന്ധത അല്ലെങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് കുറച്ച് ഫേക്ക് ആവേണ്ടി വരത്തില്ലേ ജീവിതത്തിൽ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ സിനിമയും പറയുന്നത് അങ്ങനെ ഒരു വിഷയത്തെ കുറിച്ചാണ്. സത്യത്തിൽ നമുക്ക് ഏത് വിഷയം ഉണ്ടാകുമ്പോഴും നമ്മൾ ആദ്യം കേൾക്കുന്നതാണ് നമുക്ക് സത്യം, അല്ലേ? നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ അതാണ് സത്യം. പ്രത്യേകിച്ച് ഈ മീഡിയയുടെ ഭാഗത്തോടുകൂടിയിട്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഏറ്റവും ആദ്യം കേൾക്കുന്നതാണ് സത്യമാണോ എന്ന് നമുക്കറിയില്ല, നമ്മളതങ്ങ് വിശ്വസിക്കുക ചെയ്യുക. ഈ സത്യം എന്താണെന്ന് അറിയാൻ കുറച്ചു പേർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവില്ലേ? അവിടെയാണ് ഈ സിനിമ സത്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറയുന്നത്. അതാണ് ഈ സിനിമയുടെ സ്ട്രക്ചറിങ്. വീണ്ടും സ്ട്രക്ചർ വന്നല്ലോ. സത്യം പറയാനായിട്ട് ഏത് മണ്ടനും പറ്റും, പക്ഷേ കള്ളം പറയാൻ ബുദ്ധി വേണം. ഇത് കുറെ മണ്ടന്മാരുടെ സിനിമയാണ്, ഒരു കുറെ മണ്ടത്തരങ്ങൾ കാണിക്കും, ശരിയല്ലേ? സത്യം പറയാൻ ഏത് മണ്ടനും പറ്റും, പക്ഷെ കള്ളം പറയാൻ ബുദ്ധിമാനായ ഒരാൾക്ക് കള്ളം കള്ളം പിടിക്കാതെ പിടിക്കാനല്ല, പറഞ്ഞൊപ്പിക്കാൻ ബുദ്ധി വേണം. പിടിക്കപ്പെടാതെ കള്ളം പറയാൻ ബുദ്ധി വേണം. സത്യം പറയാൻ പ്രത്യേകിച്ച് ബുദ്ധിയൊന്നും വേണ്ട, ചുമ്മാ ഇരുന്നോളാന്ന് അടിച്ചോണ്ടിരുന്നാൽ മതി. ബുദ്ധി വെച്ച് ഇഷ്ടം പോലെ വെള്ളം അപ്പൊ ഇതൊരു കുറെ മണ്ടന്മാരുടെ കഥയാണ്. ഒരു ഗ്രാമത്തിലുള്ള കുറെ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന, അവർക്കിടയിൽ സംഭവിക്കുന്ന കുറെ സീനുകളും ഒരു സംഭവവുമാണ്, ഒരു നിധിയുമായി ബന്ധപ്പെട്ട്. അതാണ് ഈ സിനിമ പറയുന്നത്. എല്ലാരും മണ്ടന്മാരാന്ന് പറയണ്ട കേട്ടോ, ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ട്. ചേച്ചി ഭയങ്കര ബുദ്ധിയല്ലേ? പൊടിഞ്ഞ ബുദ്ധിയല്ലേ? മിടിഞ്ഞ ബുദ്ധിയല്ല, നല്ല ബുദ്ധി. വരും. ഞാൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ ആക്കിച്ചിട്ടുണ്ടായിരുന്നു. ആട്ടായിരുന്നു കുറച്ചു മുമ്പ് നിങ്ങളെ കുറിച്ച് സംസാരിച്ചുള്ളൂ. ഒരു ക്ഷേത്രത്തിലെ ഏതോ ഒരു പ്രധാനപ്പെട്ട ശിവന്റെ അമ്പലത്തിലെ ചടങ്ങ് കഴിഞ്ഞിട്ട് അവരെല്ലാരും പിടിച്ചു നിർത്തിയത്രേ. അവരൊരു വല പോലെ നിന്നിട്ട് പിടിച്ചു നിർത്തിയിട്ട് ഭഗവാന്റെ മുമ്പിൽ നിർത്തി ആട്ടിച്ചിട്ട് അമ്പലത്തിൽ ശിവന്റെ. അപ്പൊ ഞാൻ പറഞ്ഞു ശിവൻ ക്ഷിപ്രകോപിയല്ലേ, നമ്മൾ ചെയ്യാൻ പാടില്ല. ഒന്നാമത് ഞാൻ ഈ കൂത്ര വേഷങ്ങളാ ചെയ്യുന്നത്, അതൊന്നും അമ്പലത്തിൽ പറയാനും ചെയ്യാനും പാടില്ല. ഒരു സിനിമ അവരോട് ചോദിച്ചു, അവര് പറയണ ഞങ്ങള് ഭഗവാൻ പ്രശ്നത്തിൽ തെളിഞ്ഞു വന്നത്രേ. ചേച്ചിയെ പിടിച്ചിട്ടുണ്ട് ആട്ടാട്ടിയ. ചേച്ചിയെ കൊണ്ട് ആട്ടാടിക്ക. അല്ല, തെറി പറഞ്ഞ് കാശ് മേടിക്കുക, ആട്ടി കാശ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാനാ. ശരിയല്ലേ? കറക്റ്റ്. സത്യം എല്ലാവരും പറയണ ഒരു എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ, നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് എല്ലാം നമ്മൾ ഇറങ്ങാൻ സമയത്തില്ല, ആട്ടണം. എന്ത് പറഞ്ഞാ ആട്ടണത്? നമ്മളൊരു പ്രസംഗം ആണെങ്കിൽ, ഒരു പ്രഭാഷണമൊക്കെ ആണെങ്കിൽ അത് തീർക്കാം, എല്ലാവർക്കും നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞല്ലേ. ഇതല്ല, ചേച്ചി ആട്ടക്കലാശത്തെ എന്നാ പിന്നെ അതെങ്കിലും പറയായിരുന്നല്ലോ. ചേച്ചി ആട്ടക്കലാശത്തെ ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കണേ. ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്യാനായിട്ട് തമിഴിൽ എല്ലാവരും റെഡിയാണ്, പക്ഷെ ഈ ആട്ടാൻ മാത്രം ആളെ. അതുകൊണ്ട് ചേച്ചി ആട്ടിയിട്ട് ഡബിങ് വേറെ ആളെ ചെയ്യുന്നത്. ഡബ് ചെയ്തിട്ടില്ലെന്ന് ഡബ് ചെയ്തിട്ടുണ്ട്, ബോർഡർ വരുമ്പോ മാത്രം. പാലക്കാട് മലയാളം കലർന്നാൽ കുഴപ്പമില്ലല്ലോ, അവർക്കൊരു സ്ലാങ് ഉണ്ട്. ആ സ്ലാങ് വന്നില്ലെങ്കിൽ നമ്മുടെ കഥാപാത്രം കയ്യിൽ നിന്ന് പോകും, അത് നമുക്കേ അറിയാം. അപ്പൊ ഏറ്റവും വലിയൊരു കഷ്ടച്ച ഈ ഗീത തന്നെയാണ്. ഇത്രയും 19 പടം ഞാൻ ചെയ്തു, 50 കൂടുതലുണ്ടാവും, ഒക്കെ ഗീതയാണ് ചെയ്ത്. പക്ഷെ പരാശക്തിക്ക് മാത്രം സുധാകുങ്കോരായിരുന്നു ഡയറക്ടർ. രാഹു ഏറ്റവും പറ്റില്ല, പകൽ ഏറ്റവും പറ്റില്ല. അതിന് വിളിച്ചിട്ട് അത് ഡയലോഗ് പ്രസന്റേഷൻ ശരിയായില്ല എന്ന് പറഞ്ഞ് മാറ്റി. പക്ഷെ പടം കണ്ടവരൊക്കെ വിളിച്ച് പറഞ്ഞു വോയിസ് മാറില്ല. എല്ലാവരും വിചാരിച്ച ഞാനാ ചെയ്തിരുന്നതെന്നാ. എൻ്റെ സെയിം വോയിസാണ് ഗീതയ്ക്ക്. ചിലയിടത്ത് മാത്രമേ ഒരു ഇത് വരുള്ളൂ, പക്ഷെ അത് മാത്രം മറ്റൊക്കെ അവളാ ചെയ്യുന്നത്. ഗീത കസ്തൂരിമാൻ ചെയ്ത അവള് ലോഹിസാറ് തേടി പിടിച്ചതാണ്. അപ്പൊ ഞാൻ ആ നമ്പർ, അത് മീര ചോദിച്ചു, ആന്റി ഇങ്ങനെ തമിഴ് പറഞ്ഞു തന്നു. ഞാനാന്ന് ഞാനങ്ങനെ തമിഴ് പറഞ്ഞെങ്കിൽ ഞാൻ ആരാ എവിടെ എത്തിയേനെ. അല്ല, എങ്ങനെയാ അപ്പം ഈ തമിഴ് അധികം
പോലും അറിയില്ല, പക്ഷെ എങ്ങനെ അവിടെ പോയിട്ട് എല്ലാം ഹാൻഡിലൊക്കെ അല്ല, എനിക്ക് ചെയ്യും? സംസാരിക്കാൻ അറിയാം. ആ. അവര് തമിഴ് ഇപ്പൊ ആദ്യമൊക്കെ നമുക്ക് പ്രോമിറ്റ് കേട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. പ്രോമിറ്റ് ഇല്ലല്ലോ തമിഴില്, ആ. അറിയാലോ, പ്രോമിറ്റ് ഇല്ല തമിഴില്. പക്ഷെ ഞാൻ ചെന്ന് അവരെ പ്രോമിറ്റ് പഠിപ്പിച്ചു. അപ്പൊ അവര് പ്രോമിറ്റ് ചെയ്തരും. ഇപ്പൊ ഈ പരാശക്തിയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളോട് അപ്പൊ ഇവരെന്താ ചെയ്യാച്ചാ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അത് പറഞ്ഞിട്ട് നമ്മൾ നിർത്തുമല്ലോ, നമ്മൾ നിർത്തിയിട്ടാണ് അവര് തുടങ്ങുക. അത് പറ്റില്ല, നമുക്ക് ഫോളോ ചെയ്ത് കിട്ടണ്ടേ, നമ്മൾ നിർത്താൻ പാടില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പം അവർ പഠിച്ചു. അതിനെനിക്ക് മരുതൽ ഇത്രയും വലിയൊരു പടം ഞാൻ ആദ്യം തമിഴ് ചെയ്ത്. പക്ഷെ അതിലൊരു പാണ്ഡി സാർ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് എന്നെ, പൊറോട്ട സൂരി വിശാലും ഒക്കെയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ദിവ്യ ആ കുട്ടി, അവരൊക്കെയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ നമ്മളോട് ഒപ്പം നിന്നിട്ട്, അതും മധുര തമിഴേ അറിയാത്ത ഞാൻ, തറവറ അറിയാത്ത കുട്ടികളോട് വന്ന് ഞാൻ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് പറഞ്ഞ രീതിയായി പോയി അവിടെ ചെന്നിട്ട്. പക്ഷെ കുറെ ഇതായി, എന്നാലും ഇത് ഒരു ഇതായി കിട്ടി. ഓരോ തമിഴ്നാട്ടിൽ അത്രയും വലിയ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിലും അതിന്റെ ഡയലക്ട്സിൽ വ്യത്യാസമുണ്ട്, ഓരോ അക്ഷരങ്ങൾക്കും പ്രയോഗങ്ങൾക്കും വ്യത്യാസം. ഒരു പ്രാവശ്യം പറഞ്ഞ ഇതിൽ പറഞ്ഞ വണ്ടി അങ്ങനെ നിപ്പാട്ട്, ഞാൻ പറഞ്ഞു അത് എന്ത് പാട്ട് ചെയ്യണമെന്ന്. അതെ, വണ്ടി അങ്ങനെ നിപ്പാട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വണ്ടി ഉണ്ടാക്കിയ പാട്ടയുടെ പേര് പറയാന്നാ ചോദിച്ചത്. ഞാനടുത്ത് ചേച്ചി ആട്ടുന്നായിരുന്നു, നിപ്പാട്ടെന്ന് പറയുമ്പോ നിന്ന് ആട്ടാനാണ്. അല്ലെ, വണ്ടി അങ്ങനെ നിപ്പാട്ട്, വണ്ടി അങ്ങനെ നിപ്പാട്ട്. ചോദിച്ചാൽ അതെന്താണെന്ന് നമുക്ക് അതിനൊരു അർത്ഥം കിട്ടിയാലല്ലേ. മരുതാണെങ്കിൽ മധുര തമിഴല്ലേ, അതുകൊണ്ട്. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ആദ്യം മലയാളത്തിൽ വായിച്ചിട്ട് ഇപ്പൊ അതൊന്നും വേണ്ട, അപ്പൊ തമിഴ് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഒറ്റ കാര്യം ഞാൻ പറയാം, അനാവശ്യം പറയാൻ നിൽക്കരുത് എന്നോട്. അങ്ങനെയാണ് അല്ല എന്നാ സോറി. ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ പറയാം. എന്നെ പണ്ട് സ്കൂളിൽ എന്റെ ഫ്രണ്ട്സ്, ഞാൻ ഇതേപോലെ ആട്ടുമായിരുന്നു. അപ്പം ചേച്ചിയുടെ ജൂനിയർ ജൂനിയർ കുളപ്പള്ളി, പേരെന്താണ്? അജ്ന. ജൂനിയർ അജിന കുളപ്പള്ളി. അതെ, ജൂനിയർ കുളപ്പള്ളി ഉണ്ട്, ജൂനിയർ ലീല. അല്ല, ലീലാറിന് അങ്ങനെ അറിയില്ല, കുളപ്പള്ളി എന്നാലേ അറിയുള്ളൂ. അയ്യോ, കുളപ്പള്ളി ഒരു ഇംഗ്ലീഷ്, നമ്മുടെ ലൂർദ് ഹോസ്പിറ്റലിൽ ഒരു ഇംഗ്ലീഷ് അറിയുന്ന ഡോക്ടറാണ്. അപ്പൊ ഞാൻ ആശുപത്രി പോയതാ. കുളപ്പള്ളി KU അല്ലേ ആകുമ്പോ കുലാന്നല്ലേ വായിക്കുള്ളൂ. ഈ ഡോക്ടറെ പ്രിസപ്ഷൻ ഒന്ന് നോക്കൂ. ഞാനുണ്ട്, എന്റെ ഭർത്താവ്, നടന്ന കാര്യമാണ്. അപ്പൊ എന്നെ നോക്കൂ, കൊലപ്പുള്ളി സത്യം. ഞാനിങ്ങനെ ഒരു വിലങ്ങൊക്കെ വെച്ച ഒരാൾ ഒരു വിലങ്ങൊക്കെ പ്രതീക്ഷിക്കുമ്പോ ചേച്ചി ഏത് കത്തി കൊണ്ടാ വന്നത്? കൊറേ രണ്ട് ഇത് നോക്കിയപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞേ, സാർ കുളപ്പുള്ളി സ്ഥലപ്പേരാണ്, അത് പുള്ളിക്ക് മനസ്സിലായി. എന്താ പട്ടീന്ന്, എന്താ പറ്റിയതെന്ന് വെച്ചാ എന്താ പട്ടീന്ന്. അത് പേടിപ്പിച്ചതും പോരാ, പിന്നെ ഒരു പട്ടി വിളിയും. അപ്പൊ ഇംഗ്ലീഷ് അത് കത്തിയിട്ട്. അതുപോലെ ഈ അയാൾക്ക് അതിനുള്ള പടത്തിന് എന്നെ വിളിച്ചോണ്ട്, അപ്പോൾ കമൽ സാർ നാടകം കണ്ടിട്ടാണ് വിളിച്ചത്. രാത്രി 1 മണിയായി. കണ്ണൂർ രാജ്യം കുന്നംകുളമാണ് കൺട്രോളർ എന്ന്, അദ്ദേഹം മരിച്ചു പോയല്ലോ. അപ്പോൾ ഞങ്ങൾ ഡ്രൈവറൊക്കെ പറഞ്ഞപ്പോൾ ഏത് കളർ സാരിയാണ് കൊടുക്കാന്നൊക്കെ ചോദിച്ചു. ഇന്നെ ആരും അറിയില്ലല്ലോ. പക്ഷെ അവിടെ വന്ന് നോക്കുമ്പോൾ ഈ ചങ്ങാതിൻ്റെ നാടകമൊക്കെ കണ്ട മനുഷ്യരാണ് എന്നെ വിളിച്ചു കൊണ്ടുവരാൻ വന്നത്. എയർപോർട്ട് എന്ന് പറയുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ അവിടെ വന്ന് എന്തായാലും ചുരുക്കി പറയാം, റിസപ്ഷനിലെത്തി. അപ്പോൾ പറഞ്ഞ് ഹസ്ബൻഡ് ഞാനും തന്നെയാണ്, കുളപ്പുള്ളി ലീല വന്നിട്ടുണ്ട് പറയാം. ഹലോ, കഴപ്പുള്ളയില വന്നിട്ടുണ്ട്. ഞാൻ സത്യം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇയാളെ പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് ഇതായത്. ഞാൻ ഫോണങ്ങോട്ട് പിടിച്ച് ഇയാൾ നല്ല 1 മണി സമയമാണ്. ഫോണ് ഹലോ, കഴപ്പുള്ളയില വന്നിട്ടുണ്ട്. അത് പിടിച്ചു നിർത്തി. രാജേട്ടൻ വന്ന്, കുന്നംകുളം രാജേട്ടൻ വന്ന് എന്താ അത്. പിന്നെ അതിൽ ആ പയ്യപ്പോഴും ഉണ്ട്. അന്നത്തെ അസോസിയേറ്റ്, ആ മെലിഞ്ഞിട്ടുള്ള ഒരു പേര് ഞാൻ മറന്നുപോയി, കമൽ സാറിൻ്റെ. ഇന്നവൻ നല്ല വലിയ ഡയറക്ടറൊക്കെ ആയിട്ടാ. അവനതങ്ങ് പരസ്യമാക്കി. പിന്നെ എന്നെ അത് മാത്രമേ പറയുള്ളായിരുന്നു. കുളപ്പുള്ളിയുടെ എന്തെല്ലാം അബദ്ധങ്ങൾ. ആ ഡോക്ടർ സത്യത്തിൽ പേടിച്ചത് അലൂർദ് ഹോസ്പിറ്റലില് നടന്ന കാര്യമാണ്. ഈ പേരുകൊണ്ട് എന്തൊക്കെ. പക്ഷെ ഈ പേരിട്ടതാരാന്നറിയാവോ? EM തങ്കമണി ചേച്ചി. റേഡിയോ ഓഡീഷന് പോയിട്ട്
ലീല കുളപ്പം ഞാൻ ലീല കൃഷ്ണകുമാറിനെ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ റേഡിയോ നാടകം ആദ്യം വരികയാണേ. റേഡിയോ നാടകം ആദ്യം വരിക വെച്ചാൽ ഒരു 1.5 കിലോമീറ്റർ ഒക്കെ നടന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം നാടകമല്ലേ, നമ്മളെ ആരെയും അറിയില്ലല്ലോ, ആ നോട്ടീസ് കാണാനല്ലേ അറിയുള്ളൂ. അന്നൊക്കെ നമുക്ക് ഒരു പേരും പ്രശസ്തിയൊക്കെ താല്പര്യപ്പെടാത്ത ആരുമില്ലല്ലോ. എല്ലായിടത്തും പോയി പറയും നിന്റെ റേഡിയോ നാടകം ഉണ്ട്, നിന്റെ റേഡിയോ നാടകം ഉണ്ട്, ശരണാർത്ഥികൾക്ക് സ്വാഗത നാടകം, 2 കൂട്ടം റേഡിയോ കേടാ. അത് അവിടുന്ന് മേടിച്ചു കൊണ്ടുവന്ന് നടന്നിട്ട് കുളപ്പുള്ളി വരെ നടന്ന് ഷൊർണൂർ പോയി റേഡിയോ നന്നാക്കി കൊണ്ടു കൊടുത്ത്. 9 മണിക്കാണ് നാടകം. ഞാൻ 7 മണിക്കാണ് റേഡിയോ തുറന്നിരുന്നത്. നാമും ഗെയിമും ഒന്നും അന്ന് ജപിച്ചിട്ടില്ല റേഡിയോ ഇരുന്ന്. നാടകം തുടങ്ങിയപ്പോഴേ കുളപ്പുള്ളി ലീലാന്ന്. കുളപ്പുള്ളി ലീല ആരെങ്കിലും അറിയോ? ലീലാകൃഷ്ണമാർ എന്ന് പറഞ്ഞാലേ എല്ലാവരും അറിയുള്ളൂ. നാടകം കളിച്ചിറക്കണല്ലേ. നാടകത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോണും കാര്യമൊന്നും ഇല്ലല്ലോ. 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു നടപടി കിട്ടി. ആ നാടകത്തിന് തങ്കമണി ചേച്ചിയുടെ എന്ത് പണി തങ്കമണി ചേച്ചി കാട്ടിയത്? ലീല കുളപ്പുള്ളി എന്നുകൊണ്ട് ആരെങ്കിലും അറിയോ? ലീലാകൃഷ്ണമാർ എന്നല്ലേ പറഞ്ഞെന്ന്. നീ അതങ്ങ് അനുഭവിച്ചോന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ സിനിമയിലൊക്കെ ഫേമസ് ആയി ചെന്നപ്പോൾ എൻ്റെ ചെവിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പം എങ്ങനെ ഉണ്ടടി കുളപ്പുള്ളി ലീലാണ്. അപ്പം അവൻ്റെ തങ്കമണി ചേച്ചി കാണാൻ പോയിട്ട് കുറേ നാട്ടിൽ പോയി സത്യമായിട്ട് പേരിന് ചിലത് സംഭവിക്കുന്നത് അങ്ങനെയാണ്. ആ നാട് ഫേമസ് ആയില്ലേ? കുളപ്പുള്ളി എന്ന സ്ഥലം മറ്റേ പണ്ടൊരു കൈത്തറിക്കും ഒക്കെ വളരെ ഫേമസ് ആണെങ്കിലും അത് തിരുവില്ലാമല. അല്ല, അത് തിരുവില്ലാമല, ഇത് കുളപ്പുള്ളി. ഇത് കുളപ്പുള്ളി. അവിടെ കമ്പനികൾ, സിംകോ കമ്പനി, ഇതെല്ലാം ഇരുമ്പ്. അത് കുളപ്പുള്ളി ചില്ലറയൊന്നും അല്ല, ഇരുമ്പായിരുന്നു. കുളപ്പുള്ളി അറിയപ്പെടുന്നത് ചേച്ചിയുടെ പേരിലാണ്. അതെ, ഒരു ഡൗട്ടും ഇല്ല. ഇപ്പം ശ്രീകാന്തിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം 16-ാമത്തെ വയസ്സിലാണ് അസിസ്റ്റന്റ് ആയിട്ട് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ന്യൂജൻ ഡയറക്ടേഴ്സിന്റെ ഒപ്പവും വർക്ക് ചെയ്യുന്നുണ്ട്. KG ജോർജ് സാറിനെ പോലത്തെ ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരു ജേർണിയാണ്. പ്രിയദർശൻ സാറിനെ പോലുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ന്യൂജൻ ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ചേഞ്ചസ് ചേട്ടന് ഫീൽ ചെയ്യും? പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അന്ന് ഷോ സ്ട്രിങ് ബജറ്റിൽ സിനിമ ചെയ്യുകയും ഈവൻ പ്രിയദർശൻ സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം മലയാളത്തിൽ നിന്നാണ് ഹിന്ദിയിലേക്ക് പോയിട്ടുള്ള അറിയാലോ. അപ്പം അവിടെയും വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ബജറ്റിൽ ഇത്ര ദിവസം കൊണ്ട് തീർക്കണമെന്ന നിബന്ധനയോടാണ് അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മറ്റു പല പ്രൊവൈലേഷൻ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് വന്നു. നമുക്ക് എത്ര ഷോട്ടുകൾ വേണം എടുക്കാം എന്നൊക്കെ പറയുന്ന തീരുമാനങ്ങളൊക്കെ. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഫുട്ടേജ് കൂടുതൽ ഫിലിം റീലുകളുടെ വാല്യൂ, ഫിലിം റോളുകളുടെ വാല്യൂ അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുന്ന 1-2 ടേക്കുകൾ മാത്രമേ പാടുള്ളൂ എന്നൊക്കെ നിർബന്ധിച്ച് അഭിനയിക്കുന്ന കാലം മാറ്റപ്പോൾ കുറെ കൂടെ റിലാക്സ്ഡ് ആയിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ട് ഞാൻ കണ്ട വ്യത്യാസം. പിന്നെ അതിനേക്കാൾ പോസിറ്റീവായിട്ടുള്ള സൈഡ് എന്ന് വെച്ചാൽ എല്ലാവർക്കും സിനിമയെ കുറിച്ചിട്ടുള്ളൊരു ധാരണയുണ്ട്. സിനിമ പഠിക്കുന്നുണ്ട് എല്ലാവരും. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. എല്ലാവർക്കും സിനിമ ചെയ്യാമെന്ന് പറയുന്ന സാഹചര്യതയുണ്ട്. അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയുണ്ട്. ഒരു ചില ഘട്ടങ്ങളിൽ തോന്നാറുണ്ട്, പുതിയ ചില കഥകൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട് വളരെ എളുപ്പമായിട്ട് ഇതിനെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അറ്റ് ദി സെയിം ടൈം സിനിമകളുടെ എണ്ണം ഇപ്പോൾ കൂടി. മുൻപ് ഒരു വർഷം ഇറങ്ങിയിരുന്ന 15 സിനിമകളോ 18 സിനിമകളോ 28 സിനിമകളോ ഒക്കെ ഇറങ്ങിയിരുന്ന സമയത്ത് ഇപ്പോൾ ഒരു വർഷം 176 200 സിനിമകളാണ് ഒരു വർഷം റിലീസാവുന്നത്. അപ്പോൾ ആ സിനിമയുടെ ബാഹുല്യം ഈ പുതിയ കാലത്തെ വലിയ പ്രധാനപ്പെട്ട മാറ്റമാണ്. അപ്പോൾ ആ മാറ്റം നമ്മുടെ സെറ്റുകളിലും കാണാൻ പറ്റും. ഇപ്പം ഒരുപക്ഷെ എന്നെക്കാളൊക്കെ കൂടുതൽ ലീലാമ്മയ്ക്ക് പറയാൻ പറ്റും. കാരണം എത്രയോ നാളായിട്ട് കണ്ടോണ്ടിരിക്കല്ലേ, നമ്മളൊക്കെ അടുത്ത കാലത്ത് വന്ന ആളല്ലേ. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. ഇപ്പം ഓഫ് കോഴ്സ് കസ്തൂരിമാൻ ചെയ്യുമ്പോഴും ഡിജിറ്റൽ ആയിട്ടില്ല, മൂവി ക്യാമറയാണ് കസ്തൂരിമാൻ ലോഹിതദാസ് സാർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് അത് മാറി, കുറെ കൂടി ഈസി ആയി. നമ്മുടെ ഫിംഗർ ടിപ്പിലേക്ക് സിനിമ വന്നു. നമ്മളിപ്പോൾ എത്ര വലിയ സിനിമയായാലും നമ്മൾ ആ സിനിമ ഒരുപക്ഷെ ആദ്യം കാണുന്ന മൊബൈലിലാണ്. അപ്പോൾ ആ വ്യത്യാസം വളരെ പ്രകടമായിട്ടുണ്ട്. ഞാൻ ഫിലിമിൽ 2-3 പടം ചെയ്തിട്ടുള്ളൂ ഫിലിമായിട്ട്. അപ്പം അന്ന് സിനിമയ്ക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നേ, പുള്ളി കുട്ടിയെടുത്ത് ക്ലാസ്സിൻ്റെ ഞങ്ങളാണ്. അപ്പോൾ പുള്ളിക്ക് അറിയാം. പുള്ളി പറഞ്ഞ എടി ഒരു പെട്ടെന്ന് ചെയ്ത് ഇതാക്കണം, അല്ലെങ്കിൽ ഫിലിം വേസ്റ്റ് ആവും. അപ്പോൾ ഒരടി ഫിലിമിന് ഇത്ര പൈസ വരും. അപ്പം അതുകൊണ്ട് നമ്മൾ കട്ട് പറയത് ഫസ്റ്റ് ടേക്കിലൊക്കെ ആവണമെന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ സിനിമ അത് കാണൽ പോലും ഇല്ല. തിയേറ്ററിൽ പോയി സിനിമ പോലും കാണാത്തൊരു വ്യക്തിയാണ്. പിന്നെ എന്നെ സിനിമ എനിക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ അന്ന് നമുക്ക് അറിയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ആ ഓടി വരുന്നതാണ്. നന്ദിനിയുടെ മുന്നിൽ കാറിൽ ഓടി വന്നിട്ട് വാതിൽ തുറക്കുന്ന സീനാണ്. അപ്പോൾ അവളെ ഓർഡർ എന്താ വെച്ചാൽ പുറത്ത് പോകാൻ പാടില്ല എന്നാ. ഇവിടെ പോയതിൻ്റെ പുറകെ ഞാൻ പോവും, നന്ദിനി കലക്ടർ ആയിട്ട്.
അപ്പം അത് വരുമ്പോൾ ഞാൻ ഓടി, അപ്പോൾ കമൽ സാർ കാണിച്ചു തരും കുറേ. അപ്പം ഞാൻ പറഞ്ഞു ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരും സാറ് ഓടണാണ് നല്ല രസമായിട്ടാ. അപ്പോൾ നമ്മൾ സാറ് ഓടണ സുഖം നോക്കി നിൽക്കും, എങ്ങനെയെന്താ നോക്കൂല. അങ്ങനെ എന്തായാലും വന്ന് ഫസ്റ്റ് ടേക്കിന് ഓക്കെ എല്ലാവരും കൂടി അങ്ങോട്ട് ചിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയുക തെറ്റിയിട്ടാവും കഴിഞ്ഞു അപ്പം ഉണ്ടാക്കൽ. അപ്പം എൻ്റെ വിചാരം ഒരു പ്രാവശ്യം കൂടി ഇതായാലും ഒന്ന് നോക്കായിരുന്നു. അപ്പോൾ തടിച്ച സുകുമാരൻ ക്യാമറ ഉണ്ടായിരുന്നു, അവനെല്ലാവരും വന്ന് ഒക്കെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം വെച്ചാൽ നേരെ പിന്നെ അവസാനം പറഞ്ഞു സാറ് വന്നു എല്ലാവരും നന്നായിട്ടോ, അതുകൊണ്ടാണ് എല്ലാവരും ചിരിച്ചതെന്ന്. അല്ലെങ്കിൽ ഇന്നത്തെ ക്യാമറ ഫിലിം നഷ്ടപ്പെടും, അപ്പൊ പിന്നെ വിളിക്കില്ലാന്ന്, അവർക്ക് ഫിലിം നഷ്ടമായ വിളിക്കൂലെന്ന്. ഇപ്പൊ അതല്ലല്ലോ, നേരിട്ട് പറയില്ലല്ലേ. ഇപ്പൊ ഇത് പറഞ്ഞ് കറക്റ്റാണ്. ഇപ്പൊ എത്ര റീടേക്ക് എടുത്താലും കുഴപ്പമില്ല, മറ്റൊരു റീടേക്ക് എടുത്തപ്പോ അത്ര ഫിലിം പോയില്ലേ, പിന്നെ അത് കട്ട് ചെയ്ത് കളയണ്ടേ. നമുക്ക് കിട്ടുന്ന പ്രിവിലേജ് ആണ്, ടെക്നോളജിയുടെ ആവിർഭാവം ഉണ്ട്. പക്ഷേ പ്രേംനസീർ സാറിന്റെ ഒക്കെ പഴയ കാലത്തെ ഇന്റർവ്യൂ ഒക്കെ കണ്ടറിയാം, ഞാനതിൽ 8000 feet 8000 അടിയാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത്. ഞാൻ 6000 അടിയാണ്, 6000 അടി 8000 അടി സിനിമയിൽ അഭിനയിച്ച കഥകൾ അവർ പറയാം. അപ്പൊ 2, 3 ടേക്ക് 4 ടേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അടുത്ത സിനിമയിൽ ഉണ്ടാവില്ല. നമ്മൾ അവൻ ഫിലിം തിന്നുന്ന പറയാം. ഞാനതിനെ അന്ധകാലം അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് അത്തരത്തിലുള്ള പ്രിവിലേജുകൾ ധാരാളമുണ്ട്. അതാണ് പുതിയ ജനറേഷൻ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അത് ഉപയോഗപ്പെടുമ്പോഴാണ് അതിനെല്ലാം ആ നിലയ്ക്ക് ലോക സിനിമയുമായി എക്സ്പോസ്ഡ് ആണ്. നമുക്ക് ലോകത്ത് എന്തൊക്കെ നടക്കുന്നു, സിനിമയിൽ എന്തൊക്കെ നടക്കുന്നു, എല്ലാ മേഖലയിലുള്ളതുപോലെ തന്നെ ആ നമുക്ക് കിട്ടിയിട്ടുള്ള ആ എക്സ്പോഷർ സിനിമയിലേക്ക് പ്രയോജനപ്പെടുന്നതാണ്. അതുകൊണ്ട് സിനിമ അത്തരത്തിൽ ചുരുങ്ങി, അതായത് ഗ്ലോബൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമുക്ക് ചെയ്യാം. മലയാള സിനിമയ്ക്ക് ഇപ്പോൾ കിട്ടുന്ന റീച്ച് അത് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഈ പുതിയ കാലത്തുണ്ടായിട്ട് ഏറ്റവും വലിയ വിപ്ലവകരമായ വ്യത്യാസം അതാണ്. ഒരു സിനിമ മലയാളത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് മിനിമം ഒരു 200, 240, 250 ഭാഷകളിലൊക്കെയാണ് ആൾക്കാർ സബ് ടൈറ്റിൽ പോസ് ചെയ്ത് കാണുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയുടെ മാർക്കറ്റും മാറി. ഇപ്പോൾ ക്ലിപ്പിംഗ് റൈറ്റ്സ് ഉണ്ട്, ഡബിങ് റൈറ്റ്സ് ഉണ്ട്, മറ്റേ നമ്മുടെ സബ് ടൈറ്റിൽസ് എഴുതിയിട്ട് മറ്റു പല ഭാഷകളിലേക്ക്. അങ്ങനെ സിനിമയുടെ അത്തരത്തിലുള്ള റീച്ച്, അതിൻ്റെ മാർക്കറ്റ് പല രീതിയിലും മാറിയിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുൻപ് അങ്ങനെയല്ലല്ലോ. യെസ്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സ്പായിൽ അഭിനയിച്ച് വന്നതാണ്. സ്പാ വന്നതിന് ശേഷം പുതിയൊരു സിനിമ ഇപ്പൊ ഇറങ്ങി. അതല്ലേ എനിക്ക് തോന്നി ചേച്ചി പാമ കേട്ടോ. ശരി. എന്നാണ് അതല്ലേ, എന്നാലും എന്റെ മുഖത്ത് നോക്കി എന്നെ ആട്ടണം എന്നൊരാഗ്രഹം. അതെയോ? ഞാൻ ഒഴിവാക്കിയില്ല. എനിക്ക് കത്തില്ല. ഓക്കെ, അപ്പം സ്പാ കഴിഞ്ഞതിന് ശേഷം വിചാരിച്ച പോലത്തെ ഒരു റിസപ്ഷൻ ആണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയത്? ഞാൻ പ്രൊമോഷൻസിന് നമുക്ക് പേഴ്സണലി കിട്ടിയ റിസപ്ഷനൊക്കെ കൂടുതൽ നമ്മൾ ആ സിനിമയിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, ആ സിനിമയുമായി പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും ആ സിനിമ പറയുന്ന വിഷയത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ജോലിയായിരുന്നു. അല്ലെങ്കിൽ മേജർ രവിയെ പോലെയൊക്കെ ഒരാൾ ആ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ആ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കലായിരുന്നു ഞങ്ങളുടെ. ആ നിലയ്ക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അതായത് ആ സിനിമ കണ്ടവരിൽ ധാരാളം പേർ ആ സിനിമ കണ്ടു എന്ന് പറയാൻ മടിച്ചു. നമ്മൾ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ മറ്റേ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്നവരെ പലരെയും വീഡിയോ ക്യാമറയിലേക്ക് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അയ്യോ ചേട്ടാ എന്ന് പറയാം. അപ്പോൾ അതാണ് ആ സിനിമയുടെ വിജയം എന്ന് ഞാൻ പറയാം. കാരണം വീട്ടിൽ പറയാതെ പോകുന്നു എന്നാണ് അവരുടെ കംപ്ലൈൻറ്റ്. ഞാൻ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞ് ഈ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ സിനിമ എൻ്റെ വൈഫിനെയും എൻ്റെ മോനെയും അതിൻ്റെ റഷ് ഫുട്ടേജ് കൊണ്ടുപോയി കാണിച്ചതാണ് സിനിമ എന്ന് പറഞ്ഞത്. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമ തിയേറ്ററിൽ കാണാൻ പോകാറ്. അപ്പം മോൻ 18 ആയിട്ടേ ഉള്ളൂ. നാച്ചുറലി തിയേറ്ററിലേക്ക് വന്നത് കാണാൻ പറ്റില്ല. ഞാൻ ആ സിനിമ കാണിച്ചു. അപ്പോൾ ആ സിനിമ കൊണ്ടുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ തുറന്ന് ആ സിനിമകളുടെ അഭിപ്രായങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ചെറിയ ക്ലിപ്പിങ്സും മെമ്മേഴ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ആ സിനിമ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട്. അത് കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്ക്. സിനിമ നമ്മൾ എത്ര കൊണ്ട് സിനിമയിൽ അഭിനയിച്ചാലും സിനിമ പ്രേക്ഷകൻ കാണുന്നില്ല എങ്കിൽ ഒരു ആക്ടറിന് ഒരു പ്രയോജനം ഉണ്ടാവില്ല, ഒരു കാര്യമില്ല. എത്ര വലിയ സിനിമയാണല്ലോ ശരി. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ, ആ സിനിമ അർഹതപ്പെട്ട വിജയം ആ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്, സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ആ സിനിമ മുന്നോട്ടാണെങ്കിലും ആ സിനിമ കാണാത്ത ഒരാളും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ആക്ച്വലി അതൊരു ഹ്യൂമറാണ്, ഒരു നർമ്മത്തിന്റെ മേമ്പൊടിയോടുകൂടിയാണ് ആ സിനിമ സംസാരിക്കുന്നത്. പക്ഷെ ആ സിനിമ സ്വീകരിക്കപ്പെട്ടു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി എൻഡിങ്. ഹാപ്പി രണ്ട് സ്ഥലത്തേക്കും ചേരുന്നുണ്ട്. ഞാൻ ആ പടം കണ്ടിട്ട് എന്നവരോട് വിളിച്ചില്ല, എന്നെയും കൂടി വിളിച്ചൊരു വേഷം തരാൻ പറയുന്നത്. അപ്പൊ ഞാനും കാപ്പി ചേച്ചിക്ക് പറ്റിയ ഐറ്റം അതിനകത്തില്ല. ഒരു പരിധിയില്ലേ മേക്കപ്പിനൊക്കെ. ലീലാമ്മ ആ സിനിമ കണ്ടിരുന്നെങ്കിൽ ഈ എസ് ഒഴിവാക്കിയിട്ട് ഇപ്പൊ നമ്മളോട് ശരിയാ. അതെ.
ഓക്കെ, അപ്പം സത്യത്തിൽ സംഭവിച്ചത് ഉടനെ തിയേറ്ററുകളിലേക്ക് എത്താണ്. എന്താണ് അവസാനമായി പറയാം? വളരെ നിഷ്കളങ്കമായ ഒരു സിനിമയാണ്. ഒരു നല്ലൊരു കൂട്ടായ്മയിലുണ്ടായ നല്ല മനസ്സുള്ള നല്ല സുഹൃത്തുക്കൾ ചേർന്നുണ്ടായ ഒരു സിനിമയാണ്. ചെറിയ സിനിമകൾക്ക് ഇപ്പോൾ ഉള്ള സ്വീകാര്യതയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് വളരെ ബജറ്റ് കൺസ്ട്രെയിൻസിൽ വളരെ കൺട്രോൾഡ് ആയിട്ട് ഒരു സിനിമയ്ക്ക് ചിലവാക്കേണ്ട ഏറ്റവും വളരെ കൺട്രോൾഡ് ആയിട്ട് വളരെ ശ്രദ്ധയോടെ പ്രശാന്ത് മോഹൻ ഡയറക്ട് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ വെഞ്ചറാണ്. കാവാലം നാരായണ പണിക്കർ എന്ന ലെജൻഡറി ആയിട്ടുള്ള റൈറ്റർ കം കമ്പോസർ കം ഡയറക്ടർ അല്ലേ, നാടകം, അദ്ദേഹത്തിന്റെ വരികളാണ് ഞങ്ങളുടെ ഈ സിനിമയിലെ 6 പാട്ടുകളും അദ്ദേഹത്തിന്റെ വരികളിലൂടെ വന്നിട്ടുള്ളതാണ്. അങ്ങനെ അഭിമാനിക്കാവുന്ന ഒത്തിരി, പിന്നെ ദിനേശ് പോത്തനെ പോലെയും ജോണിയെ പോലെയും കോട്ടയം രമേശേട്ടനെ പോലെയും ലീലാമ്മയെ പോലെയൊക്കെ വളരെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള എന്താണ് പെർഫോമൻസ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ കോമ്പിനേഷൻസ്. അപ്പോൾ അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ധാരാളം സിനിമകൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ സിനിമ ആ നിലയ്ക്ക് നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഈ ചെറു ചിത്രത്തെ തിയേറ്ററിൽ പോയി കണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അപ്പോഴാണ് ഇതിന്റെ എന്താന്ന് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിരസിക്കാട്ടോ, ഞാൻ ഒരിക്കലും വലിയ ആർട്ടിസ്റ്റ് അല്ല. ഇന്നും സിനി ഫീൽഡിൽ ഞാൻ നഴ്സറി കുട്ടിയാണ്, ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ. കാര്യം ഒരു ഡയറക്ടർ എന്താ പറഞ്ഞു തരുന്ന ഒരു 50% അത് അവർക്ക് കൊടുക്കണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട്. നമ്മൾ ഈ വലുത് എന്ന് പറയുന്നത് നമുക്ക് വേറെ വാക്കില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ എക്സ്പീരിയൻസിന്റെ കാര്യത്തിലുള്ള വലിപ്പം, ജീവിതാനുഭവം. അതന്നെ മുന്നേ ഞാൻ 25 വർഷം മുമ്പ് ഒരു സീരിയൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് പോകുമ്പോൾ ചേച്ചി 25 വർഷം കുങ്കുമോ ഒരു സീരിയൽ പറഞ്ഞപ്പൊക്കെ ഓർമ്മ ചെയ്ത സീരിയൽ തന്നെ ചെയ്തിരുന്നു. എത്രയോ ഡയറക്ടേഴ്സിന്റെ കൂടെ കടന്നുപോയി. ഏറ്റവും ചെറിയ വലിയ ആർട്ടിസ്റ്റ് നയൻതാരയുടെ കൂടെ വരെ ആക്ട് ചെയ്തു അല്ലേ? മോഹൻലാലിനൊക്കെ മോഹൻലാലിനെ ചൂലുകൊണ്ടില്ലേ മോഹൻലാൽ പറഞ്ഞല്ലോ, ലാൽ സാറിനെ ചൂലുകൊണ്ടല്ല എന്നോട് പറഞ്ഞല്ലോ. അതായത് രജനി സാറിന്റെ അടുത്ത് ആട്ടിയോ? രജനി സാറിനെ അല്ല, അത് പേരക്കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ആട്ടാനില്ല, കാരണം കീർത്തിനെ പ്രസവിക്കുമ്പോ കീർത്തി വെച്ച് പെങ്ങളായിട്ട് അതിനെ പ്രസവിക്കുമ്പോ ആട്ടിയിട്ടില്ല, പാട്ടിയാണ്. കീർത്തി സുരേഷിന്റെയും രജനി സാറിന്റെയും പാട്ടി, ശശികുമാറിന്റെ പാട്ടി, മരിച്ചുപോയ ഭദ്രൻ സാറിന്റെ വരെ അമ്മയാവാൻ സാധിച്ചു. തമിഴിലെ ഏറ്റവും തിരക്കുള്ള താരമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമ്മുടെ അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു അല്ലേ അഭിമാനമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ പാറി പറന്ന് നടക്കട്ടെ. സന്തോഷമായിട്ടിരിക്കൂ. അതെ, സന്തോഷം. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം, എന്നാലേ അതിന്റെ കോമഡിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? കിണറിന്റെ അടിയൊക്കെ കാണണമെങ്കിൽ തിയേറ്ററിൽ പോകണം, അല്ലെങ്കിൽ അടിയൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ബാക്കി അവർ കണ്ടു പറയട്ടെ. അതെ, സന്തോഷം.